ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂൺ മാസം 21 തീയതി വെള്ളിയാഴ്ച ദിവസം 1199 മിഥുന മാസം 7 തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠ മാസം 31 തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:09 അസ്തമയം വൈകുന്നേരം 6:39 നാളത്തെ തിഥി ഉദയാൽപരം തിഥി ചതുർദശി തിഥിയാണ്. ചതുർദശി തിഥി വെള്ളിയാഴ്ച രാവിലെ 7:37 വരെ ഉണ്ടായിരിക്കും. അതിനുശേഷം പൂർണിമ തിഥിയാണ് ആരംഭിക്കുക, അതായത് വെളുത്തവാവാണ് ആരംഭിക്കുക. നാളത്തെ ഉദയാൽപരം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രം ആരംഭിക്കുന്ന സമയം വ്യാഴാഴ്ച വൈകുന്നേരം 6:10 തൃക്കേട്ട നക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച വൈകുന്നേരം 6:19 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തൃക്കേട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുന്നത് വൃശ്ചികക്കൂറിൽപ്പെട്ട അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ഇന്ദ്രനാണ്. അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമായതുകൊണ്ട് ഈ നക്ഷത്രത്തെ പലരും ക്രൂര സ്വഭാവമുള്ള ഒരു നക്ഷത്രമായിട്ടും കാണുന്നുമുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ഈ നക്ഷത്രത്തിൻ്റെ മൃഗം കേഴമാനാണ്, ഭൂതം വായുവാണ്, പക്ഷി കോഴിയാണ്, വൃക്ഷം വെട്ടിയാണ്. ബുധദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം. തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് ബുധദശാകാലം. ബുധദശാകാലത്തുകൂടിയാണ് ഇവരുടെ ജീവിതം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ആരംഭം കുറിക്കുന്നത്. തൃക്കേട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് നല്ല ആരോഗ്യ ദൃഢഗാത്രരായവരാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർ എന്നാണ് പറയുന്നത്. നല്ല അധ്വാനശീലരാണ്, കർമ്മനിരതരാണ്. അതുപോലെ തന്നെ ഇവർ അധ്വാനിച്ച് പണമുണ്ടാക്കുകയും ആ പണം കൊണ്ട് ഇവർ സുഖജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഭാവി ജീവിതത്തിൽ അവരുടെ കയ്യിൽ ₹1 പോലും കാണുകയില്ല. കിട്ടുന്നതെല്ലാം അവർ അടിച്ചു പൊളിച്ച് ജീവിക്കും. അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. അവരുടെ ഒരു 50-55 വയസ്സ് വരെ അവർക്ക് നല്ല കാലം വന്നു ചേരും. ആ സമയത്തൊക്കെ ഇഷ്ടം പോലെ പണം കിട്ടും. അവർ അധ്വാനിക്കും. പണമുണ്ടാക്കാനുള്ള ബുദ്ധിയും കഴിവും പ്രായോഗിക ബുദ്ധിയും ഒക്കെ അവർക്ക് വന്നു ചേരും. അങ്ങനെ ആ ഒരു കഴിവ് കൊണ്ടും പ്രായോഗിക ബുദ്ധി കൊണ്ടും അവർ ധാരാളം ധനം സമ്പാദിക്കും. ഈ ധനം നാളേക്ക് വേണ്ടി വന്ന് ചേർന്ന് അനുഭവിക്കാനുള്ളൊരു യോഗം അവർക്കില്ല. സുഖജീവിതം നയിച്ച് അത് അപ്പോഴേ തീർക്കും. പിന്നീട് ₹1 പോലും കയ്യിൽ കാണുകയില്ല. അങ്ങനെ ഒരു അനുഭവമാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർക്കെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. ഇവർക്കധികം സുഹൃത്തുക്കളൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല എന്നും ജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ ഇവർ സ്ഥിരമായ ഒരു ജോലി ചെയ്യത്തില്ല, മാറി മാറി ഇവർ ജോലി ചെയ്യും. ജോലിയിൽ സ്ഥിരതയും ഇവർക്കില്ല എന്നും പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള കുറേ അനുഭവങ്ങളുണ്ട്. അതെല്ലാം ഞാൻ വിവരിച്ച് പറഞ്ഞാൽ എല്ലാ മാസവും ഇങ്ങനെ ഇത് പറയുന്നതല്ലേ, ആവർത്തന വിരസത ഉണ്ടാകും. കേൾക്കുമ്പോൾ ചിലരൊക്കെ കമൻ്റ് അടിക്കും, ബോറടിക്കുന്നു എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകരായ സ്ത്രീകൾ സുന്ദരികളാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ഇവർ സത്യസന്ധരാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു സമയത്ത്, അത് ഞാൻ ദശാകാലം പറഞ്ഞു വരുമ്പോൾ അത് ഏത് സമയമാണെന്ന് അറിയാൻ പറ്റും. ഒരു സമയത്ത് ദാരിദ്ര്യ ദുഃഖം, സന്താന ദുഃഖം, മനക്ലേശം, അപവാദം, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ തൃക്കേട്ട നക്ഷത്ര ജാതകർ പൂരാടം, തിരുവോണം, ചതയം, തിരുവാതിര, പുണർതം, ഉത്രം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം. ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം പറയുന്നുണ്ട്. പൂരാടം, തിരുവോണം, ചതയം, തിരുവാതിര, പുണർതം, ഉത്രം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും തൃക്കേട്ട നക്ഷത്ര ജാതകർ ഒഴിവാക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ മുമ്പേ പറഞ്ഞുവല്ലോ, അവരുടെ ജീവിതത്തിൽ ഒരു നല്ല പ്രായമൊക്കെ ആകുമ്പോൾ, ഒരു 55 വയസ്സ് കഴിഞ്ഞാൽ പോലും അവരുടെ സമ്പാദ്യമായിട്ട് ₹1 പോലും കാണുകയില്ല എന്നൊക്കെ ജ്യോതിഷം പറയുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവർക്കുമല്ല, ജനന സമയത്തെ പ്രത്യേകതകൾ കൊണ്ട് കോടീശ്വരന്മാരുള്ളവരുമുണ്ട്. തൃക്കേട്ട നക്ഷത്ര ജാതകർ കോടീശ്വരന്മാരായിട്ടുള്ളവരുമുണ്ട്. എന്നാൽ ജനന സമയത്ത് അങ്ങനെ പ്രത്യേകതയൊന്നും ഇല്ലായെങ്കിൽ പോലും ജീവിതത്തിൻ്റെ ഒരു മധ്യഭാഗത്ത് കുറേ പണം വന്നു ചേർന്ന്, ധനം വന്നു ചേർന്ന് അവർ സുഖജീവിതം നയിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അവരിൽ ഒന്നും എടുക്കാനില്ല, കാണത്തില്ല എന്നുള്ളതിനെക്കുറിച്ചാണ് ജ്യോതിഷം പറയുന്നത്.
അപ്പോൾ അതെന്താണ് അതിൻ്റെ കാര്യം എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. ഇവരുടെ ജീവിതത്തിൽ ആദ്യത്തെ ദശാകാലം ബുധദശാകാലമാണ്. 17 വർഷമാണ് ബുധദശാകാലം. ഒരു 15 വർഷം ഉണ്ടെന്നിരിക്കട്ടെ. ഒരു കുട്ടി ജനിച്ചു, 15 വർഷം ബുധദശാകാലം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് 10ാം ക്ലാസ് വരെ നല്ല വിദ്യാഭ്യാസമൊക്കെ നേടാം. എങ്ങനെയാണ്? ബുധൻ അല്ലെങ്കിൽ 2ാം ഭാവാധിപനും 5ാം ഭാവാധിപനും നല്ല ഫലത്തെ കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബുധൻ പാപനായിട്ട് നിൽക്കാതെ മൗഢ്യതയൊന്നുമില്ലാതെ നിൽക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് ജീവിതത്തിൽ നേടാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദശാകാലമാണ് കേതു ദശാകാലം. ഈ കേതു ദശാകാലം ഇവരെ അങ്ങ് ഇരുത്തിക്കളയും. അതായത് ഈ നല്ല വിദ്യാഭ്യാസം കൊണ്ട് നേടി വന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ഈ ബുധദശാകാലം തീർന്ന് കേതു ദശാകാലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ പലവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും ആ കുഞ്ഞിൻ്റെയും ആ കുഞ്ഞിൻ്റെ ഭവനത്തിലും മാതാപിതാക്കൾക്കും ഒക്കെ വന്നു ചേർന്ന് വിദ്യാഭ്യാസത്തിൽ കൂടി ഉന്നതമായ നിലയിലൊന്നും എത്തിച്ചേരാൻ പറ്റത്തില്ല. ഒരു ശരാശരി വിദ്യാഭ്യാസം കൊണ്ട് അങ്ങ് പോവും. എന്നാൽ ജനന സമയത്തെ പ്രത്യേകത കൊണ്ട് ഉന്നതമായ വിദ്യാഭ്യാസം നേടുന്നവരും ഈ സമയത്തുണ്ട്. അങ്ങനെ 15, 22 വയസ്സുകൊണ്ട് ഇവർ ഒരു നല്ല തൊഴിലിനു വേണ്ടിയുള്ള ഒരു യോഗ്യത നേടേണ്ട സമയമാണ്. കുറച്ച് പേരൊക്കെ നേടും, കുറച്ച് പേരൊന്നും നേടത്തില്ല. അങ്ങനെ നേടുന്നവരിൽ കുറേ പേർക്കൊക്കെ പട്ടാളം, പോലീസ് എന്നിവയിൽ ജോലിക്കും സാധ്യതയുണ്ട്. ഇവർക്ക് ഈ നാളുകാർക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട്. പട്ടാളം, പോലീസ് എന്നിവയിലൊക്കെ ഇവർക്ക്, നീതിന്യായ വകുപ്പുകളിലൊക്കെ ഇവർക്ക് ജോലിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഈ കേതു ദശാകാലം കഴിഞ്ഞാൽ പിന്നെ ശുക്രദശാകാലമാണ്. ഈ ശുക്രദശാകാലം ഇവർക്ക് അനുകൂലമല്ലെങ്കിൽ അങ്ങനെ അവരുടെ ജീവിതം 22 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള സമയം അവർ ജീവിതത്തിൽ മുമ്പേ പറഞ്ഞതുപോലെ തൃക്കേട്ട നക്ഷത്ര ജാതകരായ സ്ത്രീകൾ ഈ സമയത്താണ് സന്താന ദുഃഖം, മനക്ലേശം, ദാരിദ്ര്യ ദുഃഖം, അപവാദം, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാം ഓരോന്നോരായിട്ട് വന്നുകൊണ്ടിരിക്കും. തൃക്കേട്ട നക്ഷത്ര ജാതകരായ സ്ത്രീകൾക്ക് നേരത്തെ വിവാഹം നടക്കും. ഇതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാണ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി 42 വയസ്സ് വരെ അവർ നീന്തി ഇതിനിടയ്ക്ക് പലരും ഡിവോഴ്സ് ആകും. അങ്ങനെ ആകാത്തവർ പിടിച്ചു നിൽക്കും. അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു ദുർഘടമായ പ്രതിസന്ധി കാലഘട്ടമാണ്. ഈശ്വരവിശ്വാസമുള്ളവരൊക്കെ, നല്ല ജനിച്ചപ്പോൾ ഈശ്വരാധീനമുള്ളവരൊക്കെ ആ സമയത്ത് പിടിച്ചു നിൽക്കും. അവരൊക്കെ നീന്തി കയറും. അങ്ങനെ പിന്നീട് അവരുടെ ജീവിതത്തിൽ ശോഭിക്കും. പക്ഷെങ്കിലോ ഈ നല്ല പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കഷ്ടതയും പ്രയാസവും പ്രതിസന്ധിയും ഒക്കെ നിറഞ്ഞ സമയത്ത് 1 രൂപ പോലും സമ്പാദിക്കാൻ പറ്റാത്തവരുണ്ട്. അവർക്ക് പിന്നീടുള്ള ജീവിതകാലത്ത് സമ്പാദിച്ചു വെച്ചൊന്നും ജീവിതം നടക്കത്തില്ല. സാധാരണമായ ഒരു ജീവിത രീതിയിൽ അങ്ങ് പോകും. എന്നാൽ ഈ ശുക്രൻ്റെ ദശാകാലം ശ്രേഷ്ഠമായ ദശാകാലമായി ചില തൃക്കേട്ട നക്ഷത്ര ജാതകരിൽ വന്നു ചേരുന്നുണ്ട്. അവരൊക്കെ ഈ സമയത്ത് നല്ലതുപോലെ സമ്പാദിക്കും. ഇഷ്ടംപോലെ സ്വർണവും പണവും ഒക്കെ സമ്പാദിക്കും. സ്വർണ്ണമാണ് അവർ കൂടുതൽ സമ്പാദിക്കുക. ധനം സമ്പാദിക്കുന്നതിനേക്കാളും സ്വർണ്ണമൊക്കെ അവർ കൂടുതൽ വാങ്ങിച്ചു വെക്കും. ഈ ശുക്രദശാകാലം, ശുക്രൻ എന്ന് പറഞ്ഞാൽ എന്ത്? സ്വർണ്ണത്തെ കൊടുക്കുന്ന സ്വർണ്ണമാണ് ശുക്രൻ വാരിക്കൊരു കൊടുക്കുന്നത്. അപ്പോൾ ഈ ദശാകാലത്ത്, ഈ പ്രായത്തിൽ 42 വയസ്സിനുള്ളിൽ ഇവർ ധാരാളം സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് 42 വയസ്സ് കഴിയുമ്പോൾ പിന്നെ ഈ സ്വർണ്ണം എല്ലാം പയ്യെ അങ്ങ് പോകും. അങ്ങനെയാണ്. തൊട്ടടുത്ത ദശാകാലം സൂര്യദശാകാലമാണ്. 6 വർഷമുണ്ട്, 48. ഈ സമയത്ത് ഇവരുടെ കയ്യിൽ നിന്ന് പയ്യെ അതങ്ങ് പോകാൻ തുടങ്ങും. 48 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 10 വർഷം ചന്ദ്രദശാകാലമാണ്. ആരോഗ്യ പ്രശ്നങ്ങളും രോഗവും നടുവേദനയും പുറത്തിനു വേദനയും കൈക്ക് പ്രശ്നങ്ങൾ, കാലിന് പ്രശ്നങ്ങളൊക്കെ അങ്ങനെയായി ആ 10 വർഷം ചിലരൊക്കെ ചികിത്സയിൽ കൂടി അങ്ങ് പോവും. ചിലരൊക്കെ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോവും. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 7 വർഷം കുജദശാകാലമാണ്. ആ സമയവും നല്ല സമയമല്ല. ആ സമയം ഇവർക്ക് ദോഷം ചെയ്യും. പിന്നീട് ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്നത് വ്യാഴദശാകാലത്താണ്. ഈ വ്യാഴദശാകാലമാകുമ്പോൾ ഒരു നല്ല പ്രായമൊക്കെ ആകും. അപ്പോൾ ഈ വ്യാഴദശാകാലം കഴിഞ്ഞാൽ പിന്നെ ശനിദശാകാലമാണ്. ശനിദശാകാലത്തുകൂടി ഇവരുടെ ജീവിതം, ഇവർ ജനിച്ച സമയത്ത് ശനി അഷ്ടമത്തിലോ ആണ് നിൽക്കുന്നതെങ്കിൽ അതോടുകൂടി അവരുടെ കാലാവധി തീരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അവരുടെ ആയുസ്സും അവിടെ തീരുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ജ്യോതിഷം, ഇങ്ങനെയാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഏത് ദശാകാലത്താണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുക്രൻ്റെ ദശാകാലത്താണ്. പക്ഷേ ഏത് ദശാകാലത്താണ് ഏറ്റവും കൂടുതൽ പരാജയം അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ശുക്രൻ്റെ ദശാകാലത്തുമാണ്.
ഈ 2 ദശാകാലം സമ്മിശ്രമായ അനുഭവങ്ങളെ ഇവർക്ക് കൊടുക്കും. ഒട്ടുമിക്ക ആൾക്കാരുടെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പുനർവിവാഹിതരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ദോഷവശങ്ങളൊക്കെ ഈ നാളുകാരുടെ ജീവിതത്തിലുണ്ട്. അത് ജ്യോതിഷം അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി അതിനോട് തക്കതായ പരിഹാരങ്ങളും പൂജകളും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ജീവിതം ധന്യമായി പോകും. പഴയ കാലം പോലെ അല്ലല്ലോ. ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാൻ മനസ്സിലാക്കാനൊക്കെ ഉള്ള കഴിവുണ്ട്, സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ട്. ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളിൽ കൂടിയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയെ മനസ്സിലാക്കി അതിന് തക്കതായ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിത വിജയം നേടി മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതും ഒരു വസ്തുതയാണ്. പിന്നെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നാളത്തെ നക്ഷത്ര ദിവസം തൃക്കേട്ട നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെയാണ് അനുകൂലമായ ഫലങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. നാളെ ഉത്രട്ടാതി, രേവതി, മകം, ആയില്യം, അനിഴം, ചോതി, അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. ഉത്രട്ടാതി, രേവതി, മകം, ആയില്യം, അനിഴം, ചോതി, അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് അശ്വതി, ഭരണി, കാർത്തിക, വിശാഖം, ചിത്തിര, ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. അശ്വതി, ഭരണി, കാർത്തിക, വിശാഖം, ചിത്തിര, ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നു. അതുകൊണ്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. നാളത്തെ ഏതൊരു ഇടപാടും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുമെന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത്. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നും പ്രത്യേകം ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം നാളത്തെ ശുഭസമയമാണ്. നാളെ പകൽ സമയത്തെ ശുഭസമയം. നാളെ വെള്ളിയാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്, ശുക്രൻ്റെ ദിവസമാണ്. നാളത്തെ ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പകൽ സമയത്ത് പ്രധാനപ്പെട്ട സമയം ജ്യോതിഷം വേർതിരിച്ച് നൽകുന്നു. അതാണ് ശുഭസമയം എന്ന് പറയുന്നത്. രാവിലെ 6:09 മുതൽ 7:39 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞ് 9:09 മുതൽ 10:39 വരെ ശുഭസമയമാണ്. പിന്നീട് ഉച്ചയ്ക്ക് 11:36 മുതൽ 1:39 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഉച്ച കഴിഞ്ഞ് 3:09 മുതൽ 5:09 വരെയും ശുഭസമയമാണ്. അപ്പോൾ നാളെ വെള്ളിയാഴ്ച ദിവസം ഇതുപോലെ ധാരാളം ശുഭസമയമുണ്ട്. ആ സമയങ്ങളൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിത വിജയം നേടണമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. അതിനായിട്ടാണ് ജ്യോതിഷം പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം നാളത്തെ തീയതി ഇംഗ്ലീഷ് മാസ തീയതി വെച്ച് പറയുന്നതാണ്. നാളത്തെ തീയതി എന്ന് പറയുന്നത് 21 21 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 3 വരും. 2 + 1 = 3. അങ്ങനെ ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 3 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം ശുഭകരമായ അനുഭവങ്ങൾ, നല്ല ഫലങ്ങൾ, നല്ല അനുഭവങ്ങൾ, പ്രതികൂലമല്ല അനുകൂലമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. കൂടുതൽ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നും പറയുന്നു. അതുകൂടാതെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ തന്നെ വന്നു ചേരുമെന്ന് പറയുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്കും നല്ല ഫലങ്ങൾ വന്നു ചേരും. ഈ 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം ശുഭകരമായ ദിവസമാണ്, അനുകൂലമായ ദിവസമാണ്. അതുകൊണ്ട് അവർ നാളത്തെ ദിവസം നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും, അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ CGLS എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും കൂടുതൽ മെച്ചപ്പെട്ട നല്ല ഫലങ്ങൾ, നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ കാര്യമായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ളത് കാരണമായ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ അതും കൂടി പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവർക്കായിട്ട് പറഞ്ഞു തരുന്നത്. ജൂലൈ മാസം മുതൽ ഈ വീഡിയോയുടെ കണ്ടൻറ്റിന് ഒരു രൂപമാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മറ്റൊരു രീതിയിൽ നമ്മളിപ്പം കുറേ വർഷങ്ങളായിട്ട് 1 വർഷത്തോളമായി ഇതേ രീതിയിലാണ് ഇത് കേൾക്കുന്നത്. ഇതിൻ്റെ പലർക്കും ഇത് ബോറടിച്ചായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ അവതരണത്തിലും രൂപത്തിലും ഒക്കെ ഒരു കണ്ടൻറ്റിലും ഒക്കെ ഒരു മാറ്റം വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പുതുമയുണ്ടാകട്ടെ. എന്നും ഒരേ രീതിയിൽ തന്നെ പോയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
ജൂലൈ മാസം 20-21 തീയതികളിൽ കാളഹസ്തി ക്ഷേത്രത്തിൽ പൂജയ്ക്കായി പോകുന്നതുകൊണ്ട് താല്പര്യമുള്ളവർ, പൂജയിൽ പങ്കുചേരുവാൻ ആഗ്രഹമുള്ളവർ, ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളെ അനുഭവപ്പെട്ട് ജീവിതത്തിൽ പുരോഗതിയൊന്നുമില്ലാത്തവർ, തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ വിവാഹം നടക്കാത്തവരെ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. അവർക്കൊക്കെ അവിടുത്തെ പൂജ ആശ്വാസമാണ്. ആ പൂജ കൊണ്ട് പരിഹാരം ഉണ്ടാകുന്നതാണ്. ഒരുപാട് പേർ ഞാൻ മുഖാന്തരം പൂജ ചെയ്തു. അവരുടെ ജീവിതത്തിൽ ആരുടെയും ജീവിതത്തിൽ ഒരു പരാജയവുമില്ല. എല്ലാവരും നല്ല രീതിയിൽ പോകുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ സമയം മോശമാണ്, എനിക്ക് തന്നെ പണം വരട്ടെ എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. നമ്മുടെ ബുദ്ധിയും കഴിവും കാര്യപ്രാപ്തിയും ഒക്കെ അതിനുവേണ്ടി വിനിയോഗിക്കണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യുന്നതോടൊപ്പം മഹാദേവനോട് പ്രാർത്ഥിച്ചാൽ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ മഹാദേവൻ്റെ സന്നിധിയിൽ മഹാദേവനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി എന്തിനാണ് അങ്ങനെ പൂജ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നവഗ്രഹങ്ങളാലുള്ള ദോഷങ്ങൾ മാറും. ആരുടെയും ശത്രുതയില്ലാതെ ജീവിതം മുമ്പോട്ട് പോകും. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ നല്ല നിലയിൽ പോകും. ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാവും. മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങൾ, നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടിയാണ് പൂജ ചെയ്യുന്നത്. നേരിട്ട് പോയി ചെയ്യുവാൻ സാധ്യമല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പോയി ചെയ്യുന്നത്. നേരിട്ട് പോയി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ പോകാൻ പണം മുടക്കിയൊക്കെ പോകാൻ സാഹചര്യമില്ലാത്തവർക്ക് ഒരുപാട് പൈസയൊക്കെ ചിലവാകും. തന്നെയല്ല, ആദ്യമായിട്ട് അവിടെ പോയി പൂജ ചെയ്യുമ്പോൾ അവർ തെലുങ്ക് ഭാഷയിലാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വരത്തില്ല. പൂജാക്രമങ്ങളൊക്കെ തൊട്ടടുത്തിരിക്കുന്നവർ കാണിക്കുന്നുണ്ട്, നമ്മളും ചെയ്യും. അപ്പോൾ അത് പൂജയുടെ ഭക്തി അല്ലെങ്കിൽ ആ പൂജയിൽ എത്രമാത്രം നമുക്ക് ആഴത്തിൽ പങ്കുചേരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത്രയൊന്നും നമുക്ക് ആദ്യമായിട്ട് ചെല്ലുന്നു, ഏതാണ്ടെല്ലാം നമ്മൾ കാണിച്ചിട്ട് പോരുന്നു എന്നുള്ളതല്ലാതെ അപ്പം അതിൻ്റേതായ ഒരു രീതിയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ സ്ഥിരമായിട്ട് പോകുന്നു, വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് പൂജ ചെയ്യുന്നു. അപ്പോൾ എനിക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് പൂജ ചെയ്തതിന് ശേഷമാണ് അവിടെ പോയി പ്രിയപ്പെട്ടവർക്കായിട്ട് പൂജ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു നേട്ടം പ്രിയപ്പെട്ടവരിലുണ്ടാകും. താല്പര്യമുള്ളവർ 2000 രൂപ അയച്ചിരുക. 20-21 തീയതികളിലാണ്, ജൂലൈ 20-21 തീയതികളിലാണ് ഞാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. ഇനി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ അനുഭവം എന്തായിരിക്കും? നാളെക്കുറിച്ചുള്ള ചിന്തയില്ലാത്തവരാരും തന്നെയില്ല. എല്ലാവരും നാളെക്കുറിച്ച് ചിന്തിക്കണം. നാളെക്കുറിച്ചല്ല, നമ്മുടെ ഭാവിയെക്കുറിച്ച് വരെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഭാവി എങ്ങനെയാകും, നമ്മളതിനെക്കുറിച്ചൊരു കാൽക്കുലേഷൻ എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ മുൻകൂട്ടി ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. ഒന്നും അറിയാമല്ലാത്തവരെ പോലെ അല്ലേ നമ്മളൊരു ഉദാസീന മനസ്സോടുകൂടി ഒരിക്കലും ജീവിക്കരുത്. അപ്പോൾ നമ്മുടെ നാളെ എങ്ങനെയായിരിക്കും, നാളെ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു കണക്കൂട്ടൽ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ ഈ നക്ഷത്രഫലം പറയുന്നത് നമ്മുടെ നാളത്തെ അനുഭവം ചിലപ്പോൾ മോശമാണെന്നുകൊണ്ട് നമ്മൾ ചിലപ്പോൾ എടുത്തു ചാടി പ്രതികരിക്കേണ്ട ചില സംഭവവികാസങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അറിയുകയാണെങ്കിൽ അവിടെ നമ്മൾ സഹിഷ്ണുതാ മനോഭാവത്തോടു കൂടി പെരുമാറിയാൽ നമുക്ക് ജീവിത വിജയം ഉണ്ടാകും. നമ്മൾ പ്രശ്നങ്ങളിൽ അകപ്പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടിയാണ് മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടാവും. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അവർക്ക് ശുഭാപ്തി വിശ്വാസം, അവരെക്കൊണ്ട് എല്ലാം കഴിയും, എല്ലാ കാര്യങ്ങൾക്കും അവരെക്കൊണ്ട് കഴിയും, അല്ലെ തങ്ങളെക്കൊണ്ട് എല്ലാം നേടാൻ പറ്റും, ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുവാനും സംസാരിക്കാനും ഒക്കെ കഴിവുണ്ടാകുന്നൊരു ദിവസമാണ്. എല്ലാവർക്കും എല്ലാ ദിവസവും നല്ല രീതിയിൽ സംസാരിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. ചില ദിവസം അറിയാതെ തന്നെ നമ്മുടെ നാവിൽ കൂടി മോശമായ വാക്കുകളോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വന്നു ചേരും. എന്നാൽ നാളത്തെ ദിവസം ഈ അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ചോളം നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ്. അപ്പോൾ നാളത്തെ ദിവസം അവരുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങളും പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. എന്നാൽ മാതാവ് മുഖേനയുള്ള തിക്താനുഭവങ്ങളാൽ അവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലരെ സംബന്ധിച്ചോളം മാനസികവും ശാരീരികവുമായ കഷ്ടതകളും പ്രയാസങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ നേട്ടമുണ്ട് എങ്കിൽ പോലും പ്രതികൂലങ്ങളും അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം 2 പാദം നാളുകാരെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം സുഖസ്വസ്ഥ, ദേഹതന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. സ്ത്രീകൾ മുഖേന കുടുംബത്തിൽ ധനം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും പിതാവ് മുഖേനയുള്ള
അഭിപ്രായ വ്യത്യാസങ്ങളോ ശത്രുതകളോ ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടവും ഇവർക്ക് അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബുദ്ധിപരമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് വിജയിക്കുന്നൊരു ദിവസവുമാണ്. കലാകാരന്മാർ ശോഭിക്കും. ഗായകർ, ഗാനരചയിതാവ് അങ്ങനെയുള്ളവർക്ക് നാളത്തെ ദിവസം ശോഭിക്കുന്നൊരു ദിവസമാണ്. സൗന്ദര്യം വർദ്ധിച്ചു എന്നൊരു തോന്നലുണ്ടാകുകയും ചെയ്യുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകേരൻ 2 പാദം തിരുവാതിര പുണർത്ത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥത ഏകന്മാർ അത്ര അനുകൂലമായൊരു ദിവസമല്ല. കുടുംബത്തിൻ്റെ സ്ഥിതി ധനസ്ഥിതി മെച്ചമല്ല. തൊഴിൽപരമായി മെച്ചമല്ല. ദാമ്പത്യ ജീവിത സുഖം മെച്ചമായ അനുഭവത്തെ കൊടുക്കത്തില്ല. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. രോഗം, ദുഃഖം, കടം, പ്രയാസമൊക്കെ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പല പ്രകാരത്തിലുള്ള തിക്താനുഭവങ്ങൾ നാളത്തെ ദിവസം കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാലപൂയ മാലിന്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ബന്ധുജനങ്ങളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ബന്ധുജനങ്ങളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഇവർക്ക് നാളത്തെ ദിവസം ധനത്തിൻ്റെ സ്ഥിതിയും കുടുംബസ്ഥിതിയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും ഉയർച്ച താഴ്ചകൾ വന്നിരുന്ന ദിവസമാണ്. സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവരുടെ എല്ലാ മേഖലകളിലും കുടുംബം, ധനം, തൊഴിൽ, ദാമ്പത്യ ജീവിതം, അതുപോലെ തന്നെ മാതാവ്, പിതാവ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഉയർച്ച താഴ്ചകൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. പൂർണ്ണമായിട്ടും ഒരേ രീതിയിൽ അനുഭവങ്ങൾ നിലനിൽക്കുന്നില്ല. ഉയർച്ചയും താഴ്ചയും നിറഞ്ഞ ജീവിതാനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഒരു സാധാരണ രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് നാളത്തെ ദിവസം വ്യാപാരികളായിട്ടുള്ളവർക്കൊക്കെ നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. കലാകാരന്മാർക്കും നേട്ടമുണ്ടാകുന്നൊരു ദിവസമാണ്. പ്രശസ്തിയും ബഹുമതിയും ഒക്കെ വന്നു ചേരാൻ സാധ്യത ഉള്ള ദിവസമാണ്. സൽഗുണ സമ്പന്നരായി ശോഭിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, പ്രത്യേകിച്ച് കലാകാരന്മാരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. വളരെ ഹാസ്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും അവർ ചിരിച്ചുകൊണ്ട് ഇടപെടുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എത്ര വലിയ ദുഃഖവും പ്രയാസവും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നാളെ എല്ലാത്തിനെയും ചിരിച്ചുകൊണ്ട് നേരിടുന്ന, പുഞ്ചിരിയോടെ നേരിടുന്ന ഒരു മനോഭാവം അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടം അവർക്ക് അനുകൂലമാണ്. കുടുംബത്തിൻ്റെ ധനസ്ഥിതി സാമാന്യ രീതിയിൽ പോകുന്നൊരു ദിവസവുമാണ്. മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമായ ഭാവത്തിൽ കൂടി കടന്നു പോകുന്നു. മാതാവ് മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം, എങ്കിലും കാര്യമായി വന്നു ചേരണമെന്നില്ല. പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങളും അവർക്ക് പ്രതീക്ഷിക്കാം, അതും പൂർണ്ണമായും തൃപ്തികരമായി വന്നു ചേരണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ഏകന്മാർ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽ ഗുണമുണ്ട്, നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് വസ്ത്രവ്യാപാരികൾ, സ്വർണ്ണ വ്യാപാരികൾക്കൊക്കെ നേട്ടമുള്ളൊരു ദിവസമാണ്. ധനലാഭം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നല്ല ആരോഗ്യമുള്ള ശരീരമുള്ളൊരു ദിവസമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇവരെ സംബന്ധിച്ചോളം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളും എല്ലാവിധമായ സൗഭാഗ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ കുടുംബത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുമുഖേന ധനസ്ഥിതി മെച്ചപ്പെടുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം. പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പിതാവ് മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരാൻ സാധ്യതയുള്ള ദിവസമാണ്. ചിലർ പിതാവുമായിട്ട് ശത്രുതയ്ക്കും സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയായിരിക്കും തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുഗ്രഹം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് സുഖം സ്വസ്ഥത ഏകന്മാർ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ്. അവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അവർക്ക് നാളത്തെ ദിവസം സ്ത്രീകൾ മുഖേനയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള കഷ്ടതകളോ പ്രയാസങ്ങളോ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും ആരോഗ്യം മെച്ചമായിരിക്കും. ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരും.
കൃഷി മുഖേനയുള്ള നേട്ടം പ്രതീക്ഷിക്കാം. അങ്ങനെ വ്യത്യസ്തമായ ഗുണാനുഭവങ്ങൾ, അവരുടെ സമ്പാദ്യം കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അങ്ങനെ വ്യത്യസ്തമായ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവരെ സംബന്ധിച്ചോളം പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. മാതാവിൻ്റെ സ്ഥിതി അവർക്ക് ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ കൊടുക്കുന്നൊരു ദിവസവും കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇവർക്കിപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ സാധാരണ രീതിയിൽ പോകുന്നു. അതുപോലെ തന്നെ ഇവരുടെ ശാരീരികവും മാനസികവും അവസ്ഥ നാളെ തൃപ്തികരമാകണമെന്നില്ല. മാതാവിൻ്റെ സ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട്. പിതാവിൻ്റെ സ്ഥിതിയും അവർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. എങ്കിൽ പോലും ദാമ്പത്യ ജീവിതം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായും വലിയ നേട്ടമുള്ള ഒരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ഏതന്മായ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനസ്ഥിതിയും സാധാരണ രീതിയിൽ പോകുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കാര്യമായ തൊഴിൽ ഗുണമൊന്നും ഇല്ല എങ്കിൽ പോലും മാതാവ് മുഖേനയുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന മാതാവ് മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയുടെ സ്ഥിതിയും അത്ര മെച്ചമായ സ്ഥിതിയിൽ കൂടിയല്ല കാര്യങ്ങൾ കടന്നു പോവുക എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ട ഒരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടം കാര്യമായി ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവർ ആഗ്രഹിക്കുന്ന പോലെ, ഇവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നൊരു സമയവുമല്ല ഇപ്പോഴത്തെ സമയം എന്നുള്ളത് കൂടി അറിഞ്ഞുകൊള്ളുക. ശത്രുക്കൾ മൂലമുള്ള ദോഷവും സാമ്പത്തിക നഷ്ടവും കാര്യതടസ്സവും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളും തിക്താനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ എന്നീ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസത്തെ അവരുടെ അനുഭവം നല്ല ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നൊരു ദിവസമാണ്. പെൺമക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ധനവും കീർത്തിയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതാണ് പ്രത്യേകത. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. കീർത്തി, നേതൃപാടവം, മെച്ചമായ ധനസ്ഥിതി, അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം. മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ പിതാവ് മുഖേനയുള്ള അനുഭവങ്ങളൊക്കെ അത്ര മെച്ചമായിരിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ആൺമക്കളാലുള്ള ദുഃഖം വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം ഇവരുടെ പരിശ്രമം കൊണ്ട് മാതാവിൻ്റെ സ്വത്തുവകകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. മാതാവിൻ്റെ സ്വത്ത് ഇവരുടെ ജീവിതത്തിൽ അനുഭവ ഗുണമായി വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. വീട്, വാഹനം, സമ്പത്ത്, ഉദ്യോഗത്തിൽ ഉയർച്ചയൊക്കെ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഇവരുടെ പരിശ്രമം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ഇവർക്ക് അനുകൂലമായ ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരാം. മാതാവ് മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവരെ തേടി വരാം. എന്നാൽ പിതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരണമെന്നില്ല. അത് ശത്രുതയിൽ കലാശിക്കാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടം ഉൾപ്പെടെ പല കാര്യങ്ങളിലും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവനെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ, ഉയർച്ച പ്രാപിക്കട്ടെ, അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.